ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിസ്റ്റേഴ്സിൻ്റെ ഒരു തട്ടിക്കൂട്ട് കുക്കിംഗ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു തട്ടിക്കൂട്ട് ഉള്ളിക്കറി തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉള്ളിത്തീയിലൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തേങ്ങയൊക്കെ വറുത്തരച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അല്ലേ? എന്നാൽ ഈ ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ടപ്പാടുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് ഉള്ളിക്കറി തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അതുപോലെ ഈ ഉള്ളിക്കറി നല്ല കൊഴുത്ത ഉള്ളിക്കറി തന്നെയാണ് കേട്ടോ, തേങ്ങ വറുത്തരച്ച പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ വീഡിയോയിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ റെഡിയാണ്. ഒരു 30 മീഡിയം സൈസിലുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളീനെ നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കണം, അതായത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒന്നോടെ ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം തയ്യാറാക്കിയാലോ. അതിന് വേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞത് അതേപോലെ പുളിവെള്ളം റെഡിയാക്കുക. അപ്പോൾ നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം, നമ്മുടെ ഉള്ളി വെന്തിട്ടുണ്ടോയെന്ന്. അത് കണ്ടില്ലേ, ഉള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികൾ മാത്രമാണ് കേട്ടോ ഈ കറിയിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ചേർക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യണം. വേറെ ഒന്നുമല്ല, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല ചൂടുവെള്ളത്തിൽ ഇളക്കി വെച്ചിരുന്നതാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് മസ്റ്റായിട്ടും ചേർക്കണം, എന്നാലാണ് കറിക്ക് നല്ല കൊഴുപ്പും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ച് നമ്മുടെ പാകത്തിനുള്ള തിക്നെസ് ആകുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാം. കടുകും കൂടെ വറുത്തിട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങാം. ഇതാ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളിക്കറി റെഡിയാണ്. നിങ്ങൾ കണ്ടല്ലോ, നല്ല ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. ഉള്ളി ഒന്ന് ഒരുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.